കേട്ടില്ല, ഇറങ്ങുമ്പോഴാണ് കേൾക്കാൻ ആൾക്കാർ തീരുമാനിക്കട്ടെ. കണ്ടിട്ട് പറയാനായിട്ട് വരട്ടെ. നമ്മൾ തന്നെ വർക്ക് ചെയ്തപ്പോൾ നമ്മൾ തന്നെ പറയുന്നത് നല്ലതാണ്. ഞങ്ങൾ തന്നെ വർക്ക് ചെയ്തോളാണല്ലോ. ഇപ്പൊ ഓഡിയൻസ് ആണ് പറയേണ്ടത്. ഒന്നതിലും കണ്ടതിലൊക്കെ സന്തോഷം. ഇപ്പൊ ബാക്കി ഓഡിയൻസ് പറയട്ടെ. സന്തോഷം. എന്തായാലും കണ്ടിട്ട് എല്ലാവരും പറയുമായിരിക്കും. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയും. ഇതാ ഡയറക്ടർ ശിവപ്രസാദിന്റെ ആദ്യ സിനിമയാണ്. സിജു എഴുത്തുകാരൻ. എന്താ രാജേഷ് സീരിയൽ കില്ലറുണ്ട്. സുരേഷ് ചേട്ടനുണ്ട്. അനിഷ്മയുണ്ട്. എല്ലാ പടം നോക്കട്ടെ. എല്ലാ പടം നോക്കട്ടെ. നല്ല എന്റർടൈനിങ് ആണ്. ചിരിക്കാനുണ്ടായ വ്യത്യസ്തമായിട്ടുള്ള കഥ. അടിപൊളിയായിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് ഇതപ്പോ വിചിത്രമായ ക്യാമിയ റോൾ ഒരു സൂപ്പർ സ്റ്റാർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളത് തീരുമാനിക്കും. പടം കണ്ടില്ലേ? അവസാനം വരെ വലിയ ആദ്യമായിട്ട് വലിയ അതാണ് രജു തന്നെ ഇൻ്റർവ്യൂ ചെയ്ത് സാറിന് അയച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് സാറായിട്ട് വരുമ്പോഴേ അപ്പൂപ്പനായിട്ട് ഞാൻ വിളിക്കുന്നത്. ശരി, പക്ഷേ അല്ലെങ്കിൽ അവിടെ അതാണ് നമുക്കൊരു നിമിത്തമായിട്ട് വന്നത്. ഏതൊക്കെ അവർക്ക് ഞങ്ങൾ ഒരുമിച്ച് ദിവസങ്ങളും മാസങ്ങളല്ലേ എല്ലാവരും സുരേഷ് സാറ് എല്ലാവരും അടിപൊളി സിനിമ ഉണ്ടായിരുന്നു. കോമഡി വർക്കൗട്ട് പോലെ തോന്നിയോ? അത്യാവശ്യം നല്ല ക്രൗഡിലെ സീരിയലൊക്കെ കാണുമ്പോൾ ചിത്രം ഒമാനിൽ റിലീസ് ചെയ്യാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് അണിയറ പ്രവർത്തകൾ എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ പ്രതികരണം? ഇതിനോട് പറഞ്ഞതായിട്ട് ഞാൻ ഭയങ്കര സന്തോഷമുണ്ട്. ഈ കാസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഇതിപ്പോ അറിയുന്ന കുറച്ച് വല്ലായിട്ട് സിനിമ അണിയറ പ്രവർത്തകർ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലായി. ഭയങ്കര സന്തോഷമല്ലേ? ഇവിടുത്തെ മലയാളി ഓഡിയൻസ് ഇവിടുത്തെ സാധിച്ചു നല്ലതായിരുന്നു സിനിമ. നല്ല അടുത്ത ആലപ്പുഴ ചിമ്പാൻ ഇറങ്ങി. അത് നല്ലതായിരുന്നു. മരണമനസ്സ് പ്രത്യേകിച്ച് ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് ബേസിൻ്റെ പുതിയ വെർഷൻ സിനിമ തന്നെയാണ്. ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണുക. പ്രത്യേകിച്ച് വിഷുദിനത്തിൽ ഒരു വെക്കേഷൻ സമയത്തൊക്കെ കാണാൻ പറ്റും. നല്ലൊരു മൂവി. നമ്മളെല്ലാവരും കാണുന്ന ബേസിൽ വേറൊരു ക്യാരക്ടറുണ്ട്. കുറേയധികം സസ്പെൻസ് ഒക്കെ ഉള്ള സിനിമയാണ്. നല്ല സ്റ്റോറിയാണ്. അപ്പോൾ എന്തായാലും സിനിമ തിയേറ്ററിൽ പോയി കാണുക. അഭിപ്രായം പറയാം. താങ്ക് യു. കോമഡി പടം എന്ന് പറയുന്നത് ഡാർക്ക് കോമഡി പടം. കോമഡി ഒക്കെ വർക്കൗട്ടാണോ? നിങ്ങൾ കണ്ടിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. വർക്കൗട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. കോമഡി
കോമഡിയാണോ പടം? ബേസിലെ പെർഫോമൻസ് ഒക്കെ നിങ്ങൾ ഫാമിലി ആയിട്ട് നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ യൂത്തിനാണ് ഇച്ചിരി യൂത്തിന് കണക്റ്റ് ആവും. പക്ക കോമഡിയാണ്. ഓക്കെ.